ടോക്ക് വിത്ത് ഇജയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസത്തിന് സ്വന്തമായി ഒരു കയ്യൊപ്പ് ചാർത്തിയ സ്ഥാപനത്തെ അതിൻ്റെ സാരഥിയെ പരിചയപ്പെടുക എന്നുള്ളത് കാലഘട്ടത്തിൽ ഇപ്പോൾ കുട്ടികളുടെ റിസൾട്ട് എല്ലാം വന്നിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട സംഭവമാണ്. ആയതുകൊണ്ട് തന്നെ മുഖവര അധികം പറയുന്നില്ല. നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ അഥവാ NDTFൻ്റെ സാരഥിയെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ആ സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങൾ, വിജയങ്ങൾ ഒക്കെ നമുക്ക് വിലയിരുത്താം. സ്വാഗതം അയ്യപ്പൻ ആർ സാർ. വളരെ സന്തോഷം, ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. നിങ്ങളുമായിട്ട് സംവദിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. സാർ, NDTF വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം എന്താണ്? NDTF ഏതാണ്ട് 6 പതിറ്റാണ്ട് മുമ്പ് തലശ്ശേരിയിൽ നെട്ടൂർ എന്ന ഗ്രാമത്തിലാണ് തുടങ്ങിയത്. ഇത് സ്വിസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി, അവർ ഒരു മറ്റ് രാജ്യങ്ങളെ ഉന്നമനത്തിന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഏജൻസി, HEKS എന്ന് പറയും. ഈ ഏജൻസിയാണ് ഇങ്ങനെ 1959 നെട്ടൂരിലെത്തുന്നതും ഇതിന് വിത്ത് പാകുന്നതും. ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഉപജ്ഞാതാക്കൾ തുടങ്ങിവെച്ച അതേ നയങ്ങൾ പിന്തുടർന്നുകൊണ്ട് NDTF മുന്നോട്ട് പോകുന്നു. ഒന്ന്, ഈ വിത്ത് പാകിയത് ഇന്ത്യയിൽ തൊഴിൽ നൈപുണ്യത്തിന് ഒരു കളമൊരുക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നമ്മൾക്ക് ഏറ്റവും അറിയാവുന്നതാണ് വിജ്ഞാനവും തൊഴിൽ നൈപുണ്യവും. വിജ്ഞാനം തൊഴിലിന് സഹായമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഏതെങ്കിലും ഡിഗ്രിയോ മറ്റോ പാസ്സായാൽ നമുക്ക് ജോലി കിട്ടും. ഇന്ന് അങ്ങനെയല്ല. ഏത് തൊഴിൽ മേഖലയിലും വിജ്ഞാനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യവും ആവേശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു. തൊഴിൽ ദാതാക്കളെല്ലാം തന്നെ വിജ്ഞാനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യവും ഉള്ള പഠിതാക്കളെ മാത്രമാണ് നേരിട്ട് ജോലിക്കെടുക്കുന്നത്. അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ന് തൊഴിൽ മേഖലയ്ക്ക് ആവശ്യം വരുന്ന എല്ലാ തൊഴിൽ നൈപുണ്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് അതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു 10ഓളം തൊഴിൽ മേഖലകളാണ് ഞങ്ങൾ ഇന്നും തുടർന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായി വരുന്ന IT മേഖലയും ഉൽപ്പാദന മേഖലയ്ക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ടൂൾ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ മെയിൻ്റനൻസ്, ഉൽപ്പാദനം, സർവീസ് മേഖലകൾക്ക് ആവശ്യം വരുന്ന മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളിലുള്ള തൊഴിൽ നൈപുണ്യമാണ് ഞങ്ങൾ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സിലൂടെയും ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പോസ്റ്റ് ഡിപ്ലോമ കോഴ്സിലൂടെയും എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് ഉപരി നൈപുണ്യം കൊടുക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നീ മേഖലകളിലൂടെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം പഠിതാക്കൾക്ക് നൈപുണ്യം ഉണ്ടാക്കുക, അതുവഴി നേരിട്ട് തൊഴിൽ മേഖലയ്ക്ക് ഈ പഠിതാക്കളെ എത്തിക്കുക എന്നത് മാത്രം. സാർ, നമുക്ക് ഈ മിനിമം യോഗ്യത NDTFൽ ഇപ്പോൾ ചേർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മിനിമം യോഗ്യത എങ്ങനെയാണ്? അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഞങ്ങൾ വളരെ കൂടുതൽ നടത്തുന്നത് 3 വർഷ ഡിപ്ലോമ കോഴ്സുകളാണ്. 3 വർഷ ഡിപ്ലോമ കോഴ്സിന് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന എൻട്രി ലെവൽ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രമാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ മാനദണ്ഡം. എന്നിരുന്നാലും ഒരു IT മേഖലയിലുള്ള സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു കോഴ്സിന് മാത്രം ഞങ്ങൾ +2 നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റെല്ലാ മേഖലയ്ക്കും 10ാം ക്ലാസ് തന്നെയാണ് അടിസ്ഥാന യോഗ്യത. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യപ്പെടുന്നത് NDTFൽ നിന്നാണ് എന്ന്. കുട്ടികളെ ഇങ്ങനെ മികവുള്ളവരാക്കാൻ വേണ്ടിയിട്ട്, ഇത്രമാത്രം മികവുള്ളവരാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രായോഗിക പരിശീലനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ പരിശീലന രീതിയിൽ ഏതാണ്ട് 70% പ്രായോഗിക പരിശീലനവും 30% തിയറി പരിശീലനവുമാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായ സിലബസിൽ ഉള്ളത്. അതുപ്രകാരം ഇൻഡസ്ട്രിക്ക് എന്താവശ്യമാണോ ഉള്ളത് അതിനനുസരിച്ച് ഞങ്ങൾ ഓരോ വർഷവും സിലബസ് മോഡിഫൈ ചെയ്യുന്നു. അതിനനുസരിച്ച് പുതിയ മെഷീനറികൾ വാങ്ങുന്നു. ആ മെഷീനറിയിലുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ ഞങ്ങൾ തൊഴിൽ നൈപുണ്യം നേടിയവരായി പ്രഖ്യാപിച്ച് നേരിട്ട് കമ്പനികൾക്ക് ഓഫർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി കമ്പനികൾ നേരിട്ട് വന്ന് ഇവരുമായിട്ട് സംവദിച്ച് തിയറി പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തി പൂർണ്ണ ബോധ്യത്തോടെയാണ് കമ്പനി അവരെ സ്വീകരിക്കുന്നത്.
NDTF പഠിച്ച വിദ്യാർത്ഥികൾ ഒരിടത്ത് തൊഴിലിന് കയറുന്നത് ഒരിക്കലും ഒരു തുടക്കക്കാരെന്ന നിലയ്ക്കോ ട്രെയിനിയോ ആയിട്ടല്ല, അതിൽ സ്പെഷ്യലിസ്റ്റുകളായിട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സാധ്യം? തീർച്ചയായും താങ്കളുടെ അറിവ് ശരിയാണ്. ഏതാണ്ട് 90% പ്ലേസ്മെൻറ്റിലും നേരിട്ടുള്ള എംപ്ലോയ്മെൻറ്റിലേക്കാണ് കുട്ടികൾ പ്രവേശിക്കുന്നത്. ഏതാണ്ട് ഒരു 10% എംപ്ലോയ്മെൻറ്റ് ആ സ്ഥാപനത്തിൻ്റെ പോളിസി അനുസരിച്ച് അവർ ചിലപ്പോൾ ഒരു വർഷം അവരെ ട്രെയിനി ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ അവരെ എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവരെക്കാളും നല്ല കരുതലോടെയാണ് ആ സ്ഥാപനങ്ങൾ എടുക്കുന്നത്. ഇതിന് കാരണം ഡേ 1 ജോലി ചെയ്യുന്നതിന് ഈ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർക്കൊരു ഡ്രോയിങ് റീഡ് ചെയ്ത് അതനുസരിച്ച് എന്താണോ അടുത്ത് ചെയ്യേണ്ടത്, ഏത് മെഷീനാണോ പ്രോഗ്രാം ചെയ്യേണ്ടത്, അത് അവർക്ക് തന്നെ ഉടനെ മനസ്സിലാവുന്നു. അവർ ഡേ 1 വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഈ രാജ്യത്തിനും പുറത്തുമുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ, നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ കുട്ടികൾ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ചില കമ്പനികളെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് ഏതാണ്ട് ഒരു 10% പ്ലേസ്മെൻറ്റുകൾ വിദേശ കമ്പനികളിലേക്ക് നടക്കുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ അവർ ഇന്ത്യയിലുള്ള കമ്പനികൾ ഫാനൂക്ക്, ഫെസ്റ്റോ അതുപോലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ചേരുന്നു, പനാസോണിക്കിൽ ചേരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിൽ ചേർന്നതിന് ശേഷം 1-2 വർഷം അതേ കമ്പനിയുടെ ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ട് അവർ വിദേശത്തേക്ക് അതേ കമ്പനിയിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ മേന്മയുള്ള കമ്പനിയിലേക്കോ ചേരുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ ട്രേസ് ചെയ്തിടത്തോളം ഏതാണ്ട് ഏറ്റവും കൂടുതൽ NDTFലുള്ള അലുമിനീസ് താമസിക്കുന്നത് ആസ്ട്രേലിയയിലാണ്. ഒരു കണക്ക് പ്രകാരം ഞങ്ങൾക്ക് 2 വർഷം മുമ്പ് എടുത്ത കണക്ക് പ്രകാരം ഏതാണ്ട് 5000-ഓളം ഫാമിലി ആസ്ട്രേലിയയിൽ NDTFൻ്റെ ലേബലിൽ ഉണ്ട്. NDTFൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം അവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ വർഷവും ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡയറക്ടറോ ഒക്കെ ഇവരുടെ ക്ഷണപ്രകാരം അവിടെ പോകുന്നുമുണ്ട്. പിന്നെ മുമ്പുണ്ടായിരുന്നത് മലേഷ്യയിലായിരുന്നു. മലേഷ്യയിൽ ധാരാളം NDTF അലുമിനൈ ഉണ്ടായിരുന്നു. അവിടെയുള്ള തൊഴിൽ രംഗത്തുള്ള ചെറിയ ഡിസ്റ്റർബൻസ് കാരണം അവർ മലേഷ്യയിൽ നിന്ന് മറ്റ് പല ഭാഗത്തേക്കും പോയി. ഇപ്പോൾ അവിടുത്തെ തീവ്രത കുറവാണ്. പക്ഷേ ഇന്നിപ്പോൾ ദുബായിൽ ഇവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ദുബായ് ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏതൊക്കെ അംഗീകാരം നമുക്ക് NDTFന് ലഭിച്ചിട്ടുണ്ട്? കേന്ദ്ര സർക്കാരിൻ്റെ NCVET, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇവരുടെ കീഴിലുള്ള ഡിപ്ലോമ നടത്താനുള്ള അംഗീകാരം NDTFന് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു വർഷം മുമ്പാണ് NCVETയുടെ അംഗീകാരം ഞങ്ങൾ എടുത്തത്. അതിനു മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അംഗീകാരത്തോടെയുള്ള കോഴ്സുകളും സ്കിൽ സർട്ടിഫിക്കറ്റുകളുമാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. അതിനും മുമ്പ് NDTFൻ്റെ സ്വന്തമായ സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊടുത്ത് കമ്പനികൾ അത് 2 കൈ നീട്ടി സ്വീകരിച്ച് ഞങ്ങളുടെ കുട്ടികളുടെ നൈപുണ്യം മാത്രം മുതലാക്കി അവർ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടവും നമുക്കുണ്ടായിരുന്നു. ഈ സംസ്ഥാന സർക്കാരിൻ്റെ വെഞ്ചറിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നിട്ട് എന്തൊക്കെ പ്രോഗ്രാമുകൾ? സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും ഇത്തരം ഞങ്ങളുടെ സ്ഥാപനത്തിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു 10-12 വർഷം മുമ്പ് സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്ന് അവരുടെ പട്ടികജാതി പട്ടികവർഗത്തിനുള്ള കുട്ടികളെ അവരെ കണ്ടെത്തി അവർക്ക് സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി ഷോർട്ട് ടേം കോഴ്സുകളും ദീർഘകാല ഡിപ്ലോമ കോഴ്സുകളൊക്കെ നടത്താൻ പല അവസരത്തിലും ഗവൺമെൻറ് ഞങ്ങൾക്ക് കുട്ടികളെ തന്നിരുന്നു. ഇപ്പോഴും ഏതാണ്ട് ഒരു 125ഓളം കുട്ടികൾ ഇതേ രീതിയിൽ വിവിധ സർക്കാർ മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ട്രെയിനിങ്ങിന് ശേഷം കൃത്യമായി ഞങ്ങൾ കമ്പനിയിൽ കൊണ്ടുപോയി പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കാറുമുണ്ട്. താങ്കൾ സാരഥിയായിരിക്കുന്ന ഈ നെട്ടൂർ കൂടാതെ നമുക്ക് എവിടെയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളത് രാജ്യത്ത്? നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ തുടങ്ങിയത് തലശ്ശേരിയിലെ നെട്ടൂരാണെങ്കിലും പിന്നീട് അതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരിലേക്ക് മാറി. ഇന്ന് ഞങ്ങളുടെ കോർപ്പറേറ്റ് ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. ഞങ്ങൾക്ക് ഏതാണ്ട് 15ഓളം ട്രെയിനിങ് സ്ഥാപനങ്ങൾ നെട്ടൂരിലുള്ളതുപോലെ 15ഓളം ട്രെയിനിങ് സ്ഥാപനങ്ങൾ ഇന്ത്യ മൊത്താകെയുണ്ട്. അതിൽ ജംഷഡ്പൂർ ഉൾപ്പെടെ, മഹാരാഷ്ട്ര ഉൾപ്പെടെ, ആന്ധ്ര, അതുപോലെ ചെന്നൈ, കർണാടക, ഇതെല്ലാം ഇതിൽപ്പെടുന്നു. എല്ലാം ചേർന്ന് ഏതാണ്ട് 15ഓളം കേന്ദ്രങ്ങളിൽ ഞങ്ങൾ നെട്ടൂരിലുള്ളതുപോലെയുള്ള ട്രെയിനിങ് നടത്തി വരുന്നു. ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറെ 3 വെർട്ടിക്കലുകളിലായിട്ട് ട്രെയിനിങ് വേറെ നടക്കുന്നുണ്ട്. ഒന്ന് കോർപ്പറേറ്റ് ട്രെയിനിങ് ആവുമ്പോൾ മാരുതി പോലുള്ള കമ്പനികൾ, അശോക് ലേലൻഡ് പോലുള്ള കമ്പനികൾ, ടാറ്റ പോലുള്ള കമ്പനികൾ അവരുടെ
സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും സൂപ്പർവൈസർമാരെയും അതുപോലെ തന്നെ അവരുടെ എൻജിനീയറിംഗ് വിദഗ്ധരെയും ഒക്കെ പുതിയ ടെക്നോളജി വരുമ്പോൾ അവരെ അത് പഠിപ്പിക്കുന്നതിനുള്ള ചുമതല ഞങ്ങൾക്കാണ്. പുതിയ ടെക്നോളജി ഞങ്ങൾ ആദ്യം അവർക്ക് ആവശ്യമുള്ള ടെക്നോളജി എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെയുള്ള സ്റ്റാഫിനെ അതിൽ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് പ്രവൃത്തി പദത്തിൽ ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പാക്കുന്നു. അങ്ങനെ ഒരു മേഖലയും ഞങ്ങൾക്ക് കൂടെയുണ്ട്. അതുപോലെയുള്ള മറ്റൊരു മേഖലയാണ് ലേൺ ഏൺ, അതായത് തൊഴിലിനോടൊപ്പം പഠനം. ഇത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ്. അത് പല കമ്പനികളുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഇന്ത്യയിലൊട്ടാകെ നടത്തുന്നു. ഇന്ന് ഏതാണ്ട് 20,000-ഓളം കുട്ടികൾ ഈ മേഖലയിലും പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പഠനം നടക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള കമ്പനികളുടെ ഉള്ളിലാണ്. കമ്പനികളുടെ ഉള്ളിൽ പണിയെടുക്കുന്നതിനോടൊപ്പം അവരുടെ റെഗുലർ ക്ലാസ്സുകളും NDTF നടത്തി കൊടുക്കുന്നു. ആ ക്ലാസ്സുകൾക്ക് ശേഷം അവർക്ക് ഡിപ്ലോമ അവാർഡ് ചെയ്യുന്നു. അതോടൊപ്പം ഇവർ കമ്പനി പണിയെടുക്കുന്ന കമ്പനിയിൽ അവരുടെ ആവശ്യമുണ്ടെങ്കിൽ അവരെ അവിടേക്ക് കൊടുക്കുന്നു, അതല്ലെങ്കിൽ പുറത്ത് പ്ലേസ്മെൻറ്റിന് സഹായിക്കുന്നു. ഇതുവരെ നമുക്ക് NDTF നിന്ന് പഠിച്ചിറങ്ങിയ എത്ര ആളുകൾ, എത്ര വിദ്യാർത്ഥികൾ അവരവരുടെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ സുരക്ഷിതരായിട്ടുണ്ട്? ഇപ്പോൾ ശരിക്കും കണക്കെടുക്കുകയാണെങ്കിൽ 59 മുതൽ ഇന്നോളം നോക്കുകയാണെങ്കിൽ 50,000-ഓളം കുട്ടികളെന്ന് പറയാൻ വയ്യ. അന്ന് പോയവരൊക്കെ ഇന്ന് 80+ ആണ്. അവർ പലരും ഞങ്ങൾ വന്ന് കാണാറുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് അത്രത്തോളം ആളുകളുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് വർഷത്തിൽ പുറത്തിറങ്ങുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ ശരാശരി ഒരു വർഷം നമുക്ക് എത്ര ഉദ്യോഗസ്ഥരെ സംഭാവന ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ സാങ്കേതിക മേഖലയിൽ? ഇപ്പോൾ ഈ സാങ്കേതിക മേഖലയിൽ ഞങ്ങൾക്ക് തലശ്ശേരിയിൽ നിന്ന് തന്നെ ഒരു വർഷം പുറത്തിറങ്ങുന്നത് ഏതാണ്ട് 350-ഓളം കുട്ടികളാണ് വിവിധ ട്രേഡുകളിലായി. തലശ്ശേരിയിൽ ഞങ്ങൾക്ക് ഡിപ്ലോമ 3 കോഴ്സുകളുണ്ട്. കൂടാതെ ഒരു വർഷ ദൈർഘ്യമുള്ള 2 കോഴ്സുകളുമുണ്ട്. ഇതോട് ചേർന്ന് ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് ഒരു വർഷം പുറത്തിറങ്ങുന്നത് ഏതാണ്ട് 5,000-ഓളം കുട്ടികൾ റെഗുലർ ട്രെയിനിങ്ങിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ ബഹിരാഷ്ട്ര കമ്പനികൾ, വിദേശത്തുള്ള ബഹിരാഷ്ട്ര കമ്പനികൾ നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സ്വാഗതം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. കുറച്ച് ബഹിരാഷ്ട്ര കമ്പനികളെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇപ്പോൾ ഫാനൂക്ക്, ഫെസ്റ്റോ ഈ കമ്പനികളിൽ ഞങ്ങളുടെ കുട്ടികൾ ധാരാളമായിട്ടുണ്ട്. അതുപോലെ വിവിധ സോഫ്റ്റ്വെയർ കമ്പനികളിലും ഇൻഫോസിസ് അതുപോലുള്ള കമ്പനികളിലും ഞങ്ങളുടെ ട്രെയിനികൾ പല നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകരെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങളുടെ അധ്യാപകർ 2 രീതിയിലാണ് ഞങ്ങൾ അധ്യാപകരെ സെലക്ട് ചെയ്യുന്നത്. പ്രാഥമികമായിട്ട് നമ്മൾ നോക്കുന്നത് അവർക്ക് പ്രായോഗിക പരിശീലനം ഉണ്ടോ. അപ്പോൾ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കമ്പനിയിൽ 3-4 വർഷം പ്രവൃത്തി പരിചയമുള്ളവരെക്കാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അവരുടെ പ്രവൃത്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരെ അധ്യാപകരാക്കി നേരിട്ട് നിയമിക്കുന്നു. നേരിട്ടുള്ള അല്ലാത്ത നിയമനം ഈ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് നേരിട്ട് വരണമെങ്കിൽ അവർ ഏതാണ്ട് 18 മാസത്തെ ട്രെയിനിങ് ഞങ്ങളുടെ അവിടെ പൂർത്തിയാക്കണം. ഇങ്ങനെ പുതുതായിട്ട് നേരിട്ട് എടുക്കുന്ന ഫ്രഷ് ഗ്രാജുവേറ്റിനെ ഞങ്ങൾ 18 മാസത്തോളം ഞങ്ങളുടെ യന്ത്രങ്ങളിലും ഞങ്ങളുടെ പരിശീലന മാർഗങ്ങളിലും ഒക്കെ വേണ്ടത്ര പരിചയപ്പെടുത്തി പരീക്ഷകൾ നടത്തി അവർ അധ്യാപന രംഗത്ത് മികവുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരെ ക്ലാസ്സുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. ഈ പരിശീലന കാലത്ത് പോലും ഞങ്ങൾ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. കാലോചിതമായി അല്ലെ മാറി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് പാഠ്യപദ്ധതിയിലും കരിക്കുലത്തിലും ഒക്കെ മാറ്റം വരുത്തുക, യന്ത്രസാമഗ്രികൾ മാറ്റുക എന്നുള്ളത് ഭാരിച്ച ഒരു ചിലവ് വരുന്നത് ഉത്തരവാദിത്തമുള്ളതാണ്. അതെങ്ങനെ NDTF സാധ്യമാകുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ റൈറ്റ് ക്വസ്റ്റ്യനാണ്. പഴയ കാലത്ത് NDTF ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന പേരിലാണ് തുടങ്ങിയത്. ഇന്ന് ആ കോഴ്സ് തന്നെ പേര് മാറ്റി ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് എന്നാക്കി. ഈ പേരിനൊരു സാങ്കത്യമുണ്ട്. പഴയ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന മനുഷ്യശക്തിയാണ്. മനുഷ്യൻ തന്നെയാണ് യന്ത്രങ്ങളെയൊക്കെ നിയന്ത്രിക്കേണ്ടത്. ഇന്നിപ്പോൾ മനുഷ്യശക്തി നേരിട്ട് വേണ്ടാത്ത പ്രവർത്തന രീതിയാണുള്ളത്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമർ വിചാരിച്ചാൽ CNC എന്ന യന്ത്ര സംവിധാനത്തിലൂടെ പഴയ കാലത്തെ ലെയ്ത്തുകൾ ചെയ്തിരുന്ന പ്രവൃത്തി അതിലും ഭംഗിയായിട്ട് യന്ത്രത്തെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ CNC ആണ് ഇന്ന് പഴയ കാലത്തെ ലെയ്ത്തുകൾക്ക് പകരം ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ CNC മെഷീനുകൾ വ്യാപകമായിട്ട് ഞങ്ങളുടെ ടൂൾ എഞ്ചിനീയറിംഗ് ഘടകത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അതോടൊപ്പം
3D പ്രിൻറ്റിംഗ് എന്ന സാങ്കേതികവിദ്യ, അത് അമേരിക്കൻ നിർമ്മിതമായ മെഷീനുകളിലൂടെ ഞങ്ങളിത് പ്രവൃത്തി പദത്തിലെത്തിക്കുന്നു. കൂടാതെ വയർ EDM അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് EDM ഇതുപോലെ സാങ്കേതികവിദ്യയിലുള്ള വില കൂടിയ ഏതാണ്ട് 1 കോടിയിലധികം വില വരുന്ന മെഷീനുകളും ഞങ്ങളുടെ എല്ലാ പരിശീലന കേന്ദ്രത്തിലും 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിലൂടെയുള്ള മോഡേൺ ട്രെയിനിങ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. വർഷാവർഷം ഞങ്ങൾ സിലബസ് പരിഷ്കരിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. വ്യവസായശാലയ്ക്ക് എന്താണോ വേണ്ടത് അത് കണ്ടെത്തി ഉടനെ തന്നെ നടപ്പാക്കുകയാണ് ഞങ്ങളുടെ രീതി. പാഠ്യപദ്ധതിയിൽ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ പഠനശാഖകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉൾക്കൊള്ളൽ ഞങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ എല്ലാ കോഴ്സുകളിലും ഒരു മിനിമം 20 മണിക്കൂറെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, കൂടാതെ ജാപ്പനീസ് സംവിധാനമായ ഫൈബേഴ്സ്, ഇതുപോലെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ നിരന്തരം പരിപാലിക്കേണ്ട വിഷയങ്ങൾ ഞങ്ങളുടെ പാഠ്യപദ്ധതിയിൽ പണ്ടേ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അതുപോലെ മറ്റൊന്നാണ് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്ന് എല്ലാ മെഷീനുകളെയും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ബന്ധിപ്പിച്ച് ഒരു പൊതുവായ സ്ഥലത്തിരുന്ന് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ രീതി. അതിനുവേണ്ടിയുള്ള IoT സംവിധാനം ഞങ്ങൾ ഞങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞു. മെക്കട്രോണിക്സ് എന്നുള്ള കോഴ്സിൽ റോബോട്ടിക്സ് ഏതാണ്ട് ഒരു സെമസ്റ്ററിലെ പഠന വിഷയമാണ്. ജപ്പാൻ നിർമ്മിത ഫാനൂക്ക് കമ്പനി നിർമ്മിച്ചിരിക്കുന്ന 2 റോബോട്ടുകളാണ് ഞങ്ങളുടെ തലശ്ശേരി സെൻറ്ററിൽ വർഷങ്ങളായിട്ട് ഉള്ളത്. ഈ റോബോട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടതിലധികം പ്രാവീണ്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമേഷൻ, ഒരു കമ്പനിയിൽ വിവിധ സ്റ്റേജുകൾ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതിനുള്ള ഓട്ടോമേഷൻ സംവിധാനം ഞങ്ങളുടെ കുട്ടികളെ പരിചയപ്പെടുന്നു. കുട്ടികളുടെ പ്രോജക്റ്റാണ് ഇപ്പോൾ 3D പ്രിൻറ്റിങ്ങും അല്ലെങ്കിൽ റോബോട്ടുകളും. ഇതൊക്കെ കുട്ടികൾ സാധാരണ ഞങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന പ്രോജക്റ്റുകളാണ്. അത്രത്തോളം അവഗാഹം ഇന്ന് ഈ വിഷയത്തിൽ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. ഈ ഫൗണ്ടേഷൻ്റെ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ വിവിധ മേഖലകൾ സാങ്കേതികവും പരിജ്ഞാനവും ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ അസോസിയേഷൻ തന്നെ ഞാൻ വ്യക്തമാക്കാം. ഇന്ന് ഈ കമ്പനി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 8 എന്ന വിഭാഗത്തിൽ വരുന്നു. സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ നോ ലോസ് നോ പ്രോഫിറ്റ്, അതായത് ഇതിൻ്റെ ഉള്ള സമ്പത്ത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇതിനെ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന് ഉണ്ടാകുന്ന ലാഭം ഇതിനകത്ത് റീഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കമ്പനി ഉള്ളത്. ഞങ്ങളുടെ കമ്പനിയുടെ വർക്കിംഗ് ഡയറക്ടേഴ്സും നോൺ വർക്കിംഗ് ഡയറക്ടേഴ്സും ഉണ്ട്. വർക്കിംഗ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ. നിലവിൽ അത് മിസ്റ്റർ രവി തെന്നറ്റി എന്ന ആളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തൊട്ട് താഴെ വരുന്നത് CFO, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ, അദ്ദേഹം മിസ്റ്റർ ശ്രീവത്സൻ. അതിനുശേഷം വരുന്നത് നോൺ വർക്കിംഗ് ഡയറക്ടേഴ്സ്. നിലവിൽ മറ്റ് പല കമ്പനികളുടെയും TVS പോലുള്ള പല കമ്പനികളുടെയും ചെയർമാനും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഇതിൻ്റെ മറ്റ് ഡയറക്ടേഴ്സ്. അവരൊക്കെയാണ് ഡയറക്ടർ ബോർഡ് കാലാകാലങ്ങളിൽ കൂടി ഈ കമ്പനിയുടെ നടത്തിപ്പ് കൊണ്ടുപോകുന്നത്. അയ്യപ്പൻ സാർ ഇപ്പം ഈ NDTF-ൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം അതിൻ്റെ സാരഥിയാണ്, പ്രിൻസിപ്പളാണ് ഇവിടെ. അതിലും അപ്പുറമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര വർഷമായി? ഞാൻ ഏതാണ്ട് 2006-ലാണ് NDTF-ൽ ചേരുന്നത്. NDTF-ൽ ചേരുന്നതിന് മുമ്പ് ഞാനൊരു കേരളത്തിലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി കെൽട്രോണിൻ്റെ ഒരു ഡിവിഷൻ്റെ അതായത് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിരുന്നു. എനിക്ക് അധ്യാപനത്തോടുള്ള താല്പര്യം കൂടിയതുകൊണ്ടാണ് എൻ്റെ കെൽട്രോണുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് 2006-ൽ ഞാൻ NDTF-ൽ ചേരുന്നത്. അതിനുശേഷം ഞാൻ NDTF-ൻ്റെ ധാർവാഡ് സെൻറ്റർ, കോയമ്പത്തൂർ സെൻറ്റർ, കൊച്ചി സെൻറ്റർ, തലശ്ശേരി, അവിടുന്ന് ബാംഗ്ലൂർക്ക് പോയി വീണ്ടും തലശ്ശേരിയിൽ എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് NDTF-ഉമായിട്ട് എൻ്റെ 20ാമത്തെ വർഷമാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തെ കുറേ കാലം ഞാൻ മെക്കട്രോണിക്സ് എന്ന കോഴ്സിൻ്റെ നടത്തിപ്പ് ചുമതല കൂടി ഞാൻ എടുത്തിരുന്നു. അതിന് ഇന്ത്യയിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ, ജംഷഡ്പൂർ മുതൽ കേരളം വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും സമയാസമയങ്ങളിൽ പോയി അധ്യാപകരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വിദ്യാർത്ഥികളെ ഒക്കെ കണ്ട് കോഴ്സിൻ്റെ നടത്തുന്ന ചുമതലയും ഞാൻ വഹിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് തീർത്തും സാങ്കേതിക മേഖലയിൽ ഊന്നി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്.
എന്നിരുന്നാലും കുട്ടികൾക്ക് അവിടെ ലഭിക്കുന്ന പരിഗണന ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങളും സംസ്കാരവും ഒക്കെ ഉയർത്താനുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മുടെ കാമ്പസ് സന്ദർശിച്ചവർ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ സാധ്യമാക്കുന്നു? തീർച്ചയായിട്ടും ഒരു വിജയകരമായ ട്രെയിനിങ് പൂർത്തിയാക്കണമെങ്കിൽ യുവാക്കൾക്ക് വെറും പഠനം മാത്രം പോരാ. സാങ്കേതികവിദ്യ പഠനം മാത്രം കൊണ്ട് മനുഷ്യനാവുന്നില്ല. അതുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് ട്രെയിനിങ്ങാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സമൂഹമായിട്ട് ബന്ധപ്പെടുന്നതിന് ഞങ്ങൾ കുട്ടികളുമായിട്ട് ചേർന്ന് പല പദ്ധതികളും ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് തലശ്ശേരി NDTF-ൽ 2 സന്നദ്ധ സംഘടനകളുടെ യുവജന വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം റോട്ടറി ഇൻ്റർനാഷണൽ. ഈ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ യുവജന വിഭാഗമായ റോട്രാക്ടേഴ്സ് തലശ്ശേരി ഞങ്ങളുടെ NDTF-ലെ കുട്ടികൾ ചേർന്ന് ഉണ്ട്. അവർ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബ്, ആ ലയൺസ് ക്ലബിൻ്റെ ലിയോ ക്ലബ്ബ് ഞങ്ങളുടെ NDTF തലശ്ശേരിയിൽ കുട്ടികൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനത്തിലൂടെ സമൂഹത്തെക്കുറിച്ച് പഠിക്കാനും കാലാകാലങ്ങളിൽ അവരെ സഹായിക്കാനും രക്തദാനം, അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുക, ഈ കാര്യങ്ങളിലും കുട്ടികൾ ഇടപെടുന്നു. കൂടാതെ ഞങ്ങൾക്ക് ഇതിനകത്ത് കായികമായ ആവശ്യങ്ങൾക്കുള്ള പരിഗണനയും ഇൻഡോർ ഗെയിംസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് NDTF കേന്ദ്രങ്ങളുമായിട്ട് മത്സരിച്ച് വർഷാവർഷം പൊതുവായിട്ട് മറ്റ് സെൻറ്ററുകളിൽ പോയി അവിടുത്തെ കുട്ടികളുമായിട്ട് ചേർന്ന് മത്സരിക്കാനുള്ള പല മേഖലകളും NDTF തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് പറയാനുള്ളത് ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യ QCFI. ഇത് വ്യവസായങ്ങളുടെ എല്ലാം ക്വാളിറ്റി സർക്കിൾ ചേർന്നാണ് സാധാരണ മത്സരങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ അത്തരം വ്യവസായശാലകളിലുള്ള ആൾക്കാരോടൊപ്പം NDTF സ്ഥാപനങ്ങളിലെ കുട്ടികളും വർഷാവർഷം ചേരുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അഭിമാനപൂർവ്വമായിട്ട് പറയട്ടെ, ഞങ്ങളുടെ തലശ്ശേരി സെൻറ്ററിൽ നിന്ന് ഒരു 4 വർഷം മുമ്പ് ഞങ്ങളുടെ കുട്ടികൾ ജപ്പാനിൽ പോയിരുന്നു. അവിടെ പോയി ക്വാളിറ്റി സർക്കിൾ മത്സരങ്ങളിൽ പങ്കെടുത്തു, സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. ഇത്തരം ഇന്ത്യയിലും വിദേശത്തുമുള്ള ഇത്തരം വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ചെലവും സ്ഥാപനം തന്നെയാണ് ചിലവാക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഓരോ ക്യാമ്പസിലും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങളും എല്ലാ മെസ്സ് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ല രീതിയിൽ പോകുന്നൊരു സംവിധാനം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലുകളും ഉണ്ട്. അവിടുന്ന് അവർക്ക് ആഹാരം, അവർക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഡേ ടൈമിൽ പഠന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആഹാരം എത്തിച്ചു കൊടുക്കുന്നു. അല്ലാത്ത സമയങ്ങളിൽ അവർക്ക് ഹോസ്റ്റലിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നു. കുട്ടികളുടെ ഒരു മെസ് കമ്മിറ്റിയാണ് ഇതിൻ്റെ മെനു തീരുമാനിക്കുന്നത്. നമ്മുടെ ഈ പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളുമായിട്ട് ജോലിക്ക് അവർ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് സാധാരണ നമ്മളെ സമീപിക്കുകയാണ് ചെയ്യുക. അതിന് ടൈം നിശ്ചയിച്ചിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയട്ടെ, മിക്കവാറും ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഞങ്ങളുടെ അലൂമിനി മുഖേനയാണ്. അഭിമാനപൂർവ്വം പറയാം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പാസ്സായത് 5 വർഷമോ 6 വർഷമോ മുമ്പ് പാസ്സായ ഞങ്ങളുടെ ട്രെയിനിങ് അലുമിനിയാണ് 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് അടുത്ത തലമുറയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇപ്പോൾ ദുബായിൽ ഒരു 8 കുട്ടികളെ എടുത്ത ഒരു കമ്പനിയും അതിൻ്റെ നടത്തിപ്പും കാരണം ഞങ്ങളുടെ അലുമിനിയാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഇവിടെ ഒന്ന് ഒരു ഇതിൽ ഒരാളിനോട് പറഞ്ഞത് NDTF-ൽ പഠനം പൂർത്തിയാക്കണ്ട, അതിനു മുമ്പ് തന്നെ ജോലി നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. അത് സാധ്യമാക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം. തീർച്ചയായും അത് ഇക്കൊല്ലവും അത് നടന്നു കഴിഞ്ഞു. ഞങ്ങൾ ഏതാണ്ട് ഒരു 90ഓളം കുട്ടികൾ, ടൂൾ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾ, അവർ ജൂൺ എൻഡിലാണ് അവരുടെ കോഴ്സ് പൂർത്തിയാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മാസം തന്നെ അവരുടെ തൊഴിൽ ലെറ്റർ വിതരണം നമ്മുടെ ബഹുമാനായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ അതോടൊപ്പം ഞങ്ങളുടെ മെക്കട്രോണിക്സ് വിഭാഗത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾ ഏതാണ്ട് 83 പേരുണ്ടായിരുന്നു. അവരുടെ തൊഴിൽ ലെറ്റർ വിതരണം ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി പാലയാട് കേന്ദ്രത്തിലുള്ള ഒരു പ്രൊഫസറായിരുന്നു. അതും കഴിഞ്ഞു. ഇനി 2 ദിവസം മുമ്പ് ഏതാണ്ട് 1 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ഞങ്ങളുടെ ഏതാണ്ട് 36 കുട്ടികൾ CNC സ്പെഷ്യലിസ്റ്റ്, CNCയിൽ പ്രോഗ്രാം ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള പ്രാവീണ്യം കിട്ടു കുട്ടികളുടെ തൊഴിൽ ലെറ്റർ വിതരണം ചെയ്തത് ബ്രണ്ണൻ കോളേജിലെ നിലവിൽ ഉള്ള പ്രിൻസിപ്പളായിരുന്നു. അതും കഴിഞ്ഞു. അപ്പോൾ ഇതിന് സാധിക്കുന്നത്
എല്ലാ വർഷവും ഏതാണ്ട് 500-ലധികം കമ്പനികൾ ഞങ്ങളുമായിട്ട് സംവദിക്കുന്നു. അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ് ഞങ്ങളോട് നേരിട്ട് പറയുന്നു. അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്കില്ല് വേണമെങ്കിൽ അത് നേരത്തെ തന്നെ ഞങ്ങൾ ഈ കുട്ടികളിൽ കൊടുക്കുന്നു. അതോടൊപ്പം അവരുടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നു. ആദ്യം വരുന്നവരാണ് എല്ലാ കമ്പനികളുടെയും താല്പര്യം. അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കുട്ടികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കമ്പനികളുടെ ഒരു മത്സരം തന്നെ ഏതാണ്ട് ജാനുവരി മുതൽ തുടങ്ങുന്നു. അതുകൊണ്ട് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും ഞങ്ങളുടെ കുട്ടികളുടെ എല്ലാം പ്ലേസ്മെൻറ്റ് കഴിഞ്ഞിരിക്കും. ഈ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് പൊതുവേ നമ്മുടെ ആൺകുട്ടികളുടെ ഒരു തള്ളിക്കയറ്റവും പെൺകുട്ടികൾ ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല, പെൺകുട്ടികളും ഈ രംഗത്തേക്ക് ധാരാളം വരുന്നുണ്ട്. ആ അനുഭവം എന്ന് പറയാം, നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമാവാൻ. തീർച്ചയായിട്ടും പെൺകുട്ടികൾ പഴയകാലത്ത് സാങ്കേതിക വിദ്യയിൽ അല്പം പിന്നോട്ടാണെങ്കിലും ഈ മാറിയ സാഹചര്യത്തിൽ അവർ ധാരാളമായിട്ട് വരുന്നു. എനിക്ക് സന്തോഷപൂർവ്വം പറയാം, ഇക്കൊല്ലം പുതിയ അഡ്മിഷൻ നടക്കുകയാണ്. നിലവിൽ 2 പെൺകുട്ടികൾ ടൂൾ എഞ്ചിനീയറിങ്ങിൽ സ്വമേധയാ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവർക്കറിയാം ഇന്നിപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമാണ്. എല്ലാ കമ്പനികൾക്ക് മേലും ആ ഒരു സമ്മർദ്ദമുണ്ട്. അപ്പോൾ കമ്പനികളെല്ലാം ചോദിക്കുന്നത് തുല്യ എണ്ണം വനിതകളെയും തുല്യ എണ്ണം പുരുഷന്മാരെയുമാണ്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ ഇന്ന് ടെക്നിക്കൽ രംഗത്തും സാധ്യതകൾ വളരെയേറെയാണ്. ഇന്ന് വനിതകൾ കാലുവെക്കാത്ത ഒരു മേഖല പോലും നിലവിലില്ല. അതെ. അങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ NTTFൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പോയിട്ട് വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട്. ധാരാളം പേരുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ആദ്യമായിട്ട് ടൂൾ മേക്കിങ്ങിൽ ഡിപ്ലോമ നേടിയത് ശ്രീമതി രാജലക്ഷ്മിയാണ്. അവരുടെ ഭർത്താവും ചേർന്ന് ഇപ്പോൾ ഒരു ട്രെയിനിങ് സെൻറ്റർ കോയമ്പത്തൂർ നടത്തുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ അറിവ്. അവർ പല കമ്പനികളിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. അതിനുശേഷമാണ് സ്വന്തം ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നത്. അധ്യാപകനാകുന്നതിന് മുമ്പേ അധ്യാപനത്തോട് താല്പര്യം, അതുകൊണ്ട് തന്നെ ഉയർന്ന തസ്തികയിലിരുന്ന കെൽട്രോണിലെ ഒരു ജോലി രാജിവെച്ചു. അതിനുശേഷം നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന നിരവധി അധ്യാപകരുടെ സാരഥിയായി. എന്നിരിക്കെ നമ്മുടെ വിദ്യാർത്ഥികളോട് അയ്യപ്പൻ സാറിന് തീർച്ചയായും ചിലത് പറയാനുണ്ടാവും, ജോലി തിരഞ്ഞെടുക്കുന്നതിലും പഠനം തിരഞ്ഞെടുക്കുന്നതിലും. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം അധ്യാപകനാകാനായിരുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് 2-3 ചോയ്സ് കിട്ടും ജീവിതം തുടങ്ങുമ്പോൾ. ആദ്യം കിട്ടുന്ന ഒരു ജോലി കൊണ്ട് ധനം സമ്പാദിക്കണം, കാലുറപ്പിക്കണം. അങ്ങനെ ഞാൻ ആദ്യത്തെ എൻ്റെ മേഖലയിൽ കാലുറപ്പിച്ചു. അതിനുശേഷം അതിനോട് തുടർന്ന് ഞാൻ എൻ്റെ അധ്യാപനത്തിനുള്ള ആഗ്രഹം തുടർന്നുകൊണ്ട് പോയിരുന്നു. പല കോളേജുകളിലും ഗസ്റ്റ് ലെക്ചറായിട്ട് പോയിരുന്നു. ഇന്നിപ്പോൾ ഈ നിലയിലെത്തി വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു 10-27 വർഷക്കാലം നേടിയ ആ പരിചയം എൻ്റെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അവരെ രൂപപ്പെടുത്താനും എൻ്റെ പരിചയം ഉപയോഗിച്ചു എന്നൊരു സന്തോഷം എനിക്കുണ്ട്. ഇനി പുതിയ തലമുറയോട് എങ്ങനെയുള്ള തൊഴിൽ കണ്ടെത്തണം, എന്തായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്, അതിൽ എനിക്ക് വ്യക്തമായ ചില അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഏത് തൊഴിലാണോ എടുക്കേണ്ടത് അത് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക. എൻ്റെ അഭിരുചി അതാണോ? ആദ്യം ഒരു കുട്ടി സ്വയം ചോദിക്കേണ്ടത് എൻ്റെ അഭിരുചി എന്താണ്. അത് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക. എനിക്ക് ഗായകനാകണമോ, എനിക്ക് കവിത എഴുതണമോ, ഡാൻസ് മാസ്റ്റർ ആകണമോ, ഷെഫ് ആകണമോ, പൈലറ്റ് ആകണമോ, അതല്ലെങ്കിൽ എക്കണോമിസ്റ്റ് ആകണമോ, അഡ്വക്കേറ്റ് ആകണമോ, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആദ്യപടി. അത് നിങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കുക, അധ്യാപകരോട് അത് ഡിസ്കസ് ചെയ്യുക. ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏത് ട്രെയിനിങ് സെൻറ്ററിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റും. അത് ഇന്ന് വളരെ എളുപ്പമാണ്, നെറ്റിലൂടെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൂന്നാമത് നോക്കേണ്ടത് അവിടെ എത്താൻ നിങ്ങൾ ഏത് പരീക്ഷയാണ് എഴുതേണ്ടത് അതിനെന്ന് തയ്യാറെടുക്കണം. അത് ഏതാണ്ട് 10ാം ക്ലാസ് തുടങ്ങുമ്പോഴേ ഇത് ആലോചിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ ശരിയായ +2 പഠനം സാധ്യമാകുള്ളൂ, ശരിയായ അതിനുശേഷമുള്ള കോഴ്സ് സെലക്ഷനും സാധ്യമാകുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം കണ്ടെത്തി, ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തി, അവിടെ എങ്ങനെ പോകണം എന്ന് കണ്ടെത്തി, പിന്നെ നിങ്ങളുടെ പ്രയത്നമാണ്. അതിനുവേണ്ടിയുള്ള എൻട്രൻസ് ആണോ, അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഇനി എത്തിക്കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ ഒരു ശരിയായ ഗുരുവിനെ കണ്ടെത്തുക, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ വിജയം ഉറപ്പ്. ഇനി കോഴ്സ് കണ്ടെത്തുന്നതിന് മുമ്പ് 1-2 വാചകങ്ങൾ കൂടി. ഇപ്പോൾ വളരെ ബ്ലൈൻഡായിട്ടാണ് കുട്ടികൾ തീരുമാനമെടുക്കുന്നത്. പിയർ പ്രഷർ എന്ന് പറയും.
എൻ്റെ കൂട്ടുകാരൻ മെഡിസിൻ പഠിക്കാൻ പോയി, ഞാനും പോകുന്നു. എൻ്റെ കൂട്ടുകാരൻ എക്കണോമിക്സ് പഠിക്കാൻ പോയി, ഞാനും പോകുന്നു. ആ രീതി മാറുക. ആദ്യം നോക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്ത തൊഴിൽ മേഖല അത് നിലനിൽക്കുന്നതാണോ? ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വാനിഷിംഗ് ജോബ് എന്നൊരു സങ്കല്പമുണ്ട്. ഓരോ വർഷവും തൊട്ട് മുമ്പിലത്തെ വർഷത്തെ അപേക്ഷിച്ച് ഒരു 10-20% ജോലികൾ അപ്രത്യക്ഷമാകുന്നു. അത് സാങ്കേതിക വിദ്യയുടെ തള്ളിക്കയറ്റം കൊണ്ടാണ്. ഇത് നമുക്ക് തടയാൻ പറ്റില്ല. അതോടൊപ്പം പേടിക്കാനില്ല. ഇങ്ങനെ വാനിഷിംഗ് ജോബിനോടൊപ്പം അറിയേണ്ട ഒരു കാര്യമാണ് എമർജിംഗ് ജോബ് റോൾസ്. അനേകായിരം തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കപ്പെടുന്നു. അതിനു വേണ്ടിയാകണം നിങ്ങൾ പരിശീലനം തേടേണ്ടത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇനി അടുത്ത ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത് ABCD എന്ന് പറയാം. A ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, B ബ്ലോക്ക് ചെയിൻ, അതിനോട് ചേർന്ന് ക്രിപ്റ്റോ കറൻസി ആൻഡ് ആപ്ലിക്കേഷൻസ് ധാരാളമുണ്ട്. C എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി, വളരെയധികം സാധ്യതയുള്ളതാണ്. D പല നിർവചനമുണ്ടെങ്കിലും ഞാൻ പറയുന്നു ഡ്രോൺ ടെക്നോളജി. ഈ മേഖലയിൽ വളരെ സാധ്യതയുള്ള അടുത്ത 5 വർഷമാണ് വരാൻ പോകുന്നത്. അതൊന്ന്. ഇനി കാർഷിക മേഖല വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ്. പഴയ കാലത്തല്ല ഉള്ളതല്ല ഇന്നത്തെ കാർഷിക മേഖല. മുഴുവൻ ഓട്ടോമേഷനാണ്. യന്ത്രങ്ങളിലൂടെ നിലം ഉഴുത് ശരിയാക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു, ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് തെളിക്കുന്നു, യന്ത്രങ്ങൾ ഉപയോഗിച്ച് വിളവെടുക്കുന്നു. എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ കാർഷിക മേഖല ഒരു സംഘടിച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ധാരാളം എൻജിനീയറിംഗ് ബിരുദധാരികളും അഗ്രികൾച്ചർ ബിരുദധാരികളും ആധുനിക കൃഷി രീതി പഠിച്ച് അതിൽ നമ്മുടെ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കുക. ഇനിയുള്ളത് നമ്മുടെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ലോകത്ത് നമ്മൾ ഏറ്റവും പുതിയ അറിവനുസരിച്ച് 4ാമത് സാമ്പത്തിക ശക്തിയായി കഴിഞ്ഞു. ജപ്പാനെയാണ് നമ്മൾ ചവിട്ടി താഴെയിട്ടത്. നമ്മൾ ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് വരെ 5 ആയിരുന്നു, ഇന്ന് 4 ആയി. ഇനി നമുക്ക് മുകളിലായിട്ടുള്ളത് ജർമ്മനി, ചൈന, അമേരിക്ക. നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയുടെ മാനവ വിഭവശേഷിയും ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ അറിവും ആരോഗ്യവും പരിഗണിച്ച് നമ്മൾ കാണുന്നത് എത്രയും പെട്ടെന്ന് 2ാമതോ അല്ലെങ്കിൽ 1ാമതോ ആയിത്തീരാനുള്ള ഒരു വീക്ഷണമാണ് നമ്മുടെ സർക്കാരുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന് കളം വയ്ക്കേണ്ടത്, അതിന് സഹായിക്കേണ്ടത് ഇന്നത്തെ ജനറേഷൻ Z എന്ന് പറയുന്ന ഇന്ന് +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിക്കുന്ന ഈ കുട്ടികളാണ്. നമ്മൾ എന്ത് തന്നെ ആയാലും ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം, അവരെ ശരിയായ കോഴ്സ് എടുക്കാൻ സഹായിക്കണം. അവരായിരിക്കും 15 വർഷം കഴിയുമ്പോൾ ലോകത്തിൻ്റെ വിധി എഴുതുന്ന അധ്വാനികളായ ചെറുപ്പക്കാർ. ഇന്ത്യ അത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്ന, വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന സ്ഥാനം എത്തേണ്ട ഒരു രാജ്യമാണ്. അപ്പോൾ കൃഷി കൂടാതെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ വ്യവസായ കേന്ദ്രങ്ങളിലുള്ള പഠനം, കൂടാതെ സർവീസ് മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻ, ഇത് 3ഉമാണ് പ്രധാനമായിട്ടും നമ്മുടെ GDP വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യയെ സമ്പന്നമാക്കുന്ന 3 പ്രവൃത്തി പദങ്ങൾ: 1 കൃഷി, 2 വ്യവസായം, 3 സാങ്കേതിക മേഖല. ഇനി അതിനുശേഷം നമുക്ക് സാങ്കേതിക മേഖല നന്നാവുന്നതോടൊപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് സർവീസ് സെക്ടറിൽ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുള്ള ഉന്നമനമാണ്. എല്ലാത്തരം ഉന്നമനത്തിനും പുതിയ സാങ്കേതിക വിദ്യയെ ആലിംഗനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏതാണ് അടുത്ത 10 വർഷം എന്നെ നിലനിർത്തുന്നത് എന്ന് പ്രത്യേകം പരിശോധിക്കണം. ഇനി തൊഴിൽ കിട്ടുന്നതിന് എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ ധാരാളമുണ്ട്. ഇന്ന് 5 വർഷമോ 10 വർഷമോ പഠിക്കാതെ 3 വർഷത്തെ കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജൂനിയർ എഞ്ചിനീയർ ജോലിയിലേക്ക് എത്താം. അത് എത്തിയതിന് ശേഷം 1, 2, 3 വർഷം പണിയെടുത്ത് ആ സമ്പാദ്യം കൊണ്ട് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാതെ തന്നെ ഉപരിപഠനത്തിന് പാർട്ട് ടൈമായിട്ട് സംവിധാനമുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ന് ഇന്ത്യയിൽ എമ്പാടുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാർഗവും കുട്ടികൾക്ക് സ്വീകരിക്കാം. അപ്പോൾ അങ്ങനെ 3 വർഷം കൊണ്ട് ആൾക്കാരെ ഉദ്യോഗത്തിലെത്തിക്കുന്ന കോഴ്സുകളാണ് NDTF വിഭാവനം ചെയ്യുന്നത്.
വിദ്യാർത്ഥികൾക്ക് അവർക്ക് അഭിരുചി ഉള്ള കോഴ്സിലേക്ക് പോകാൻ പറ്റും. പക്ഷേ കുട്ടികളുടെ അഭിരുചി കണ്ടെത്താൻ പലപ്പോഴും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിയുക. തീർച്ചയായിട്ടും താങ്കൾക്ക് അവരോട് ചിലത് പറയാനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ ഒരു മിഥ്യാലോകത്തിലാണ്. അതിനെ പ്രധാനമായിട്ടും അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത് രക്ഷകർത്താക്കൾക്കും അതോടൊപ്പം അധ്യാപകർക്കും തന്നെയാണ്. പരിമിതികളുണ്ടെങ്കിലും അധ്യാപകർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. കുട്ടികളുടെ അഭിരുചി കണ്ടെത്തുന്നതിന് അവർക്ക് കൗൺസിലിംഗ്, കരിയർ കൗൺസിലിങ്ങിൻ്റെ അത്യാവശ്യമുണ്ട്. കുട്ടികൾക്ക് ശരിയാവണ്ണം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പങ്കുവയ്ക്കാൻ അവസരം ഒരുക്കി കൊടുക്കേണ്ടതാണ് ആവശ്യം. ഒരു ഗായകനുണ്ടെങ്കിൽ, അവൻ്റെ ഉള്ളിലൊരു ഗായകനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ അത് ഉണർത്തിയെടുക്കണം. നൃത്തക്കാരന് അവന് ആ മാർഗം കൊടുക്കണം. കാരണം ഇതൊക്കെ ഇന്ന് മാന്യമായ ജീവിതത്തിന് വഴിതെളിക്കുന്ന സ്കില്ലുകൾ തന്നെയാണ്. അതുപോലെ അവന് സാങ്കേതിക വിദ്യയിലോ യന്ത്രസാമഗ്രികളുടെ പ്രവർത്തനത്തിലോ ആണ് അവന് താല്പര്യമെങ്കിൽ അതിലേക്ക് തിരിച്ചു വിടണം. ഇതൊന്നുമല്ല, നമുക്ക് ധാരാളം IAS ആവശ്യമുണ്ട്, ഭരണസാരഥികളെ ആവശ്യമുണ്ട്. സോ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ അതിനുവേണ്ടി പരിശീലിപ്പിക്കണം. ഇനി പ്രാഥമികമായിട്ട് കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഈ വരുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ധാരാളം ക്ലാസ്സുകൾ കൊടുക്കണം. അതിനുശേഷം അവർ തീരുമാനിക്കട്ടെ അവർക്ക് ഏതാണ് വേണ്ടതെന്ന്. ഒരിക്കലും കുട്ടികളെ നമ്മൾ കമ്പൽ ചെയ്യരുത്. കുട്ടികൾ തീരുമാനിക്കട്ടെ. അവർക്ക് ഈ വരുന്ന അടുത്ത് വരുന്ന അവസരങ്ങളെക്കുറിച്ചെല്ലാം നല്ലവണ്ണം അവർക്ക് അറിവ് കൊടുക്കുക. അതാണ് മുതിർന്നവർ ചെയ്യേണ്ടത്. വളരെ നന്ദി. ഇത്ര നേരം ഞങ്ങളോട് സന്തോഷം നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞതിൽ, ഇത് പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. വളരെ സന്തോഷം.